ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ സമയം 6 മണി ആയിട്ടുള്ളൂ രാവിലെ. നമ്മൾ പ്രൈം സർക്കിൾ കമ്മ്യൂണിറ്റിൻ്റെ ഓഫ്ലൈൻ ഇവൻ്റ് ആണ് ഇന്ന്. നമുക്ക് നോർമലി എല്ലാ മന്തും ഒരു ഓഫ്ലൈൻ ഇവൻ്റ് ഉണ്ട്. സോ ഈ ജൂലൈ മന്തിലെ ഓഫ്ലൈൻ ഇവൻ്റ് ആണ് റൺ ആൻഡ് ബ്രൂ. നമുക്ക് ഒരു 5K കോഫി റൺ ആണ് ഇൻ അസോസിയേഷൻ വിത്ത് സുക്കോറോ കൺസെപ്റ്റ്. നമ്മൾ പ്രൈം സർക്കിൾ മെമ്പേഴ്സ് എല്ലാവരും ഇപ്പോൾ ഹഗ്യമഗിന് അവിടെ എത്താനാണ്. അതിൻ്റെ 6:30 നമുക്ക് സ്റ്റാർട്ടിങ്. നമ്മൾ 5 കിലോമീറ്റർ റൺ ചെയ്ത് നേരെ സുക്കോറോ കൺസെപ്റ്റിൽ പോയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് എല്ലാവരും കുറച്ച് ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ആണ് നമ്മൾ പ്ലാന്. സോ ഞാൻ പറയും എപ്പോഴും നമ്മളൊരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയ റണ്ണൊക്കെ കൊടുത്ത് എല്ലാ ദിവസവും റണ്ണ് കൊടുക്കണമെന്നല്ല. ലൈക്ക് എൻ്റെ റൂട്ടീനിൽ വീക്ക്ലി 2 to 3 days ആണ് റൺ ചെയ്യൽ. റണ്ണൊക്കെ കഴിഞ്ഞ് ഒരു കഫേയിലൊക്കെ പോയി കോഫി കുടിച്ച് നമ്മളെ കൂടെ കുറച്ച് ക്വാളിറ്റി പീപ്പിളൊക്കെ നല്ല സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും കിട്ടുന്ന ആ ഒരു ഫീല് വേറെ തന്നെ ഡിഫറെൻറ്റ് ഫീലാണ്. സോ അതാണ് ഒരു മോർണിംഗ് വിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നും കഫേ പോകണമെന്ന് എന്നും കോഫി കുടിക്കണം എന്നല്ല, ബട്ട് ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. രാവിലെ റണ്ണൊക്കെ ചെയ്ത് ഒരു കോഫി കുടിച്ചിരിക്കണ ഒരു വൈബ് വേറെ തന്നെയാണ്. അതേപോലെ തന്നെ അത് നമ്മൾ കഫേ ഓണർ നമ്മൾ എങ്ങനെ കോഫി ബ്രൂ ചെയ്യുക, കോഫിനെ കുറിച്ചൊരു നോളജും കോഫി കൾച്ചർ എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു നോളജാണ്. സോ ഇനി നമുക്ക് ഹഗ്യമൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ്, ബാക്കി അവിടെ എത്തിയിട്ട് നമ്മൾ മെമ്പേഴ്സിനൊക്കെ ഒരു കാണാം. നേരെ കോഫി നമ്മൾ 5 കിലോമീറ്റർ റണ്ണൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ സുക്കൂറോയിലുള്ളത്. സോ നമ്മൾ മെമ്പേഴ്സ് എല്ലാവരും ഉള്ളിലുണ്ട്, നമുക്ക് പോയേക്കാം. നിങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് കോഫി ഇടുക, ചൂടുവെള്ളം ഒഴിക്കുക, ഇളക്കുക. ഇവിടെ ഒരു ഫിൽറ്റർ പേപ്പർ ഉണ്ടാവും, ഫിൽറ്റർ പേപ്പർ വെക്കുക, ഇതാക്കുക. ഗ്ലാസ്സിലേക്ക് നേരെ ഞാൻ ഇവിടുന്ന് കാണിച്ചുതരാം. ഗ്ലാസ്സിലേക്ക് നേരെ പ്രസ് ചെയ്ത് കൊടുക്കുക, കോഫി റെഡി. How was the run and how was the coffee? The run was great. The coffee even better. നിങ്ങള് എന്താ പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളി. വീഡിയോ അങ്ങനെ റോ വ്ളോഗാണ്, അപ്പൊ റോ വ്ളോഗായിട്ട് തരാം. ഇത് ഈ ഒരു ഫീലിംഗ് വേറെ എവിടെ നമുക്ക് കിട്ടൂല. നിങ്ങളൊരു എക്സ്പീരിയൻസിൽ, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ സൈക്ലിങ്, റണ്ണിങ്, സ്വിമ്മിങ് ഇതൊക്കെ കഴിഞ്ഞൊന്ന് കോഫി എടുക്കുന്ന ഫീലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാ? ഈ കോഫിനെ കുറിച്ച് ഈ ലൈക്ക് നമ്മളൊരു കോഫി കൾച്ചർ ഉണ്ടല്ലോ, പീക്ക് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം. നമ്മള് ഒരു റണ്ണിന് പോവാന്ന് പറഞ്ഞാല് അതിൻ്റെ എന്താ പറയാ, ഒരു ടോപ്പ് എക്സ്പീരിയൻസ് ആണ്. നമ്മളെ എൻഡോർഫിൻസ് ഒക്കെ വരും, നമുക്ക് റണ്ണേഴ്സ് ആയി കിട്ടും. അതും നമ്മൾ മോർണിംഗ് എന്താ പറയുക ഗോൾഡൻ അവറിൻ്റെ ടൈമിൽ ബീച്ചിൽ ഒരു ലൈക്ക് മൈൻഡഡ് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഓടിയിട്ട് അതിൻ്റെ കൂടെ ഒരു കോഫി. അതെ, അതായത് കോഫിന്റെ നമ്മൾ ഈ പൊറോട്ട ബീഫൊക്കെ പറഞ്ഞ പോലെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. രാവിലെ റണ്ണിനൊക്കെ ഇറങ്ങി അതും വെറും കോഫി അല്ല, സുക്കോറോയുടെ സ്പെഷ്യാലിറ്റി കോഫി. അതെ, ഉണ്ടല്ലേ സുക്കോറു പാപ്പക്കുച്ചി ബീൻസ് ആണ്. മൂപ്പര് ക്യൂറേറ്റ് ചെയ്ത് എന്താ പറയാ ഉണ്ടാക്കുന്ന ബീൻസ് ആണ്. മർഷാദ് ഖാൻ ഓണർ, മൂപ്പർ തന്നെയാണ് ബരിസ്ത. അതിലും ടോപ്പ് ബരിസ്തങ്ങൾക്ക് കിട്ടാനില്ല കാലിക്കറ്റില്. പിന്നെ ഇവിടെ എല്ലാവരും നമ്മൾ കോഫിനെ കുറിച്ച് പഠിച്ചു. എല്ലാവരും എങ്ങനെ കഫീൻ എന്താണെന്നോ, എങ്ങനെ വെക്കണം, എങ്ങനെ ഉണ്ടാക്കണമെന്നോ, എയറോപ്ലസ്, ഫ്രഞ്ച് പ്രസ് ഇതൊക്കെ പഠിച്ചേനും. ഇതൊക്കെ എല്ലാവരും ചെയ്തു തുടങ്ങണം. പിന്നല്ലാണ്ട് പക്ഷെ ഒന്ന് അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. റണ്ണിങ് ആയിക്കോട്ടെ, സൈക്ലിംഗ് ആയിക്കോട്ടെ, ഇത് സ്റ്റാർട്ട് ചെയ്യാ പിന്നെ ഇതൊരു നമുക്കൊരു അഡിക്ഷനാ. പക്ഷെ ഇത് അടിപൊളി അഡിക്ഷനാ. അതെ അതെ. ഞങ്ങൾക്ക് എങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ്? അടിപൊളി. എന്താണ് 5 കിലോമീറ്റർ റണ്ണും നമ്മളെ ടീം മെമ്പേഴ്സ് ഒക്കെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള, എല്ലാവരും ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇതാ
റൺ കഴിഞ്ഞിട്ട് സുക്രൂന്ന് അടിപൊളി കോഫിയും. അത് നമ്മള് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മള് ഒരു റണ്ണൊക്കെ കഴിഞ്ഞ് ഒരു കോഫി എടുക്കണ ആ ഒരു എക്സ്പീരിയൻസ് കുറിച്ച് എന്താ പറയാ? ഒരു രക്ഷയില്ല. നമ്മള് വെറുതെ ബാക്കി എല്ലാരും റൺ ചെയ്യൂ, ഇല്ലെങ്കിൽ ഒറ്റക്കൊക്കെ ആയിരിക്കും മേ ബി. ഇടക്കൊക്കെ ഒന്നിങ്ങനെ വന്ന് കമ്മ്യൂണിറ്റീസിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യാൻ പറ്റും. ചിലപ്പോ ഞാൻ ചില ദിവസം ഒറ്റക്ക് ഓടുകയാണെങ്കിൽ എനിക്ക് പുഷ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നമ്മളെല്ലാരും കൂടി ഒന്ന് ഉഷാറാകുമ്പോ എന്താ ഓടും, നമ്മൾ തന്നെ അങ്ങോട്ട് പുഷ് ചെയ്യും. ഹാപ്പിനെസ്സും ആണ്. സംസാരിച്ച് ഓടി കഴിഞ്ഞാൽ നമ്മൾ ഓടണ അറിയില്ല. ഇപ്പൊ 5 കിലോമീറ്റർ ഒക്കെ നമ്മൾ റൺ ചെയ്താൽ അറിഞ്ഞില്ല. തീരെ അറിയില്ല. എത്രയോ സിമ്പിൾ ആയിട്ട് കൂളായിട്ട് ഫിനിഷ് ചെയ്യാം. ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് റണ്ണൊക്കെ ചെയ്ത് ചില ദിവസം ഒറ്റക്ക് പോവാ. ഒറ്റക്ക് വേറൊരു മൂടാണ്. ഇത് വേറൊരു വൈബാണ്. അതെ. രണ്ടെണ്ണുണ്ട്. ഒന്ന് റോബസ്റ്റ നമ്മുടെ വയനാടൊക്കെ കൂടുതലായിട്ട് കാണു വരുന്ന വെറൈറ്റി. പിന്നെ അറബിക്ക. റോബസ്റ്റ ഈ അറബിക്കനെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ ബീൻസ് ആയിരിക്കും. ഇതിപ്പോ ഞാൻ 2 മണിക്കൂർ 10 മണിക്ക് അടിക്കാം. എന്റെ ഒരു സ്വിച്ച് 2 മണിക്കൂർ പക്ഷെ ടൈമിംഗ് 10 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാരണം ഡേ ടൈം അത്രയും പോയി. എനിക്ക് അഡ്വാൻസും പ്രൊഡ്യൂസ് ചെയ്യാൻ രാത്രി അപ്പൊ ഈ 10 മണിയാകുമ്പോഴത്തേക്ക് നിന്റെ ബോഡിയിലുള്ള അഡിനോസിൻ ഫുൾ തീർന്നു. നമ്മളിപ്പോ ഇന്ന് രാവിലെ 6 ഓടി. ഇപ്പൊ നമ്മള് 10 മണിയാകുമ്പോ നമ്മള് അഡിനോസിന് അത്യാവശ്യം ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മണി ആകുമ്പോഴത്തേക്ക് ഉറക്കം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഉച്ചയ്ക്ക്. അപ്പൊ നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ അഡിനോസിൻ ക്ലിയർ ആയി. പിന്നെ നമുക്ക് രാത്രി നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഗൈസ്, ഐ ഹോപ്പ് യു എൻജോയ് ദ വ്ളോഗ്. ഇപ്പോൾ എൻഡിങ് ഇപ്പോൾ ഷൂട്ട് ചെയ്യാണ്, കാരണം ഞാൻ അന്ന് എൻഡിങ് എടുത്തിട്ടില്ലേനു. ആൻഡ് വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. അതിന് മാത്രം മിനിറ്റ്സ് ഒന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൈം സർക്കിളിൽ ഇവന്റോ അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫോ നിങ്ങൾ കമന്റ് ചെയ്യും നെക്സ്റ്റ് എങ്ങനത്തെ വ്ളോഗാണ് ഇടേണ്ടത് എന്നുള്ളതും ആൻഡ് ഹൗ വാസ് ദ വ്ളോഗ് എന്നുള്ളതും. ഇത് എന്താ പറയുക, അതിന് മാത്രമുള്ള എഡിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു നോർമൽ സംഭവമാണ്. നമ്മൾ അന്നത്തെ ഒരു ഇവന്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ജസ്റ്റ് ഒരു 7-8 മിനിറ്റ് കൊണ്ട് ഒതുക്കിയൊരു വീഡിയോ. സോ ഡു കമന്റ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.